കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരു ദമ്പതികൾ മുൻപിൽ വരാനിടയായി. അപ്പം അവരോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന് നന്ദി പറയണം. ഈ തിമോത്തിയസിൻ്റെ വചനം ഇങ്ങനെയല്ലേ, എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? വിവാഹ ജീവിതം തന്നതിന് നന്ദി പറയണം. കർത്താവേ, വിവാഹ ജീവിതം തന്നല്ലോ, എത്രയോ പേർക്ക് കല്യാണം കഴിക്കാൻ പറ്റണില്ല. എനിക്ക് കുടുംബജീവിതം, സൃഷ്ടികർമ്മത്തിലേക്കുള്ള വിളിയാണ് കുടുംബജീവിതം. സൃഷ്ടിക്കുന്നത് ദൈവമാണല്ലോ. അപ്പം ദൈവം ചെയ്യുന്ന ജോലി ചെയ്യാൻ വേണ്ടി കുടുംബജീവിതം തന്നു. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർ പറയേണ്ടത്, ദൈവമേ അങ്ങ് ആദ്യത്തെ ഘട്ടം ചെയ്തു. ആദ്യത്തെ ഘട്ടം എന്താ? കുടുംബജീവിതത്തിന് തെരഞ്ഞെടുത്തു. രണ്ടാമത്തെ ഘട്ടം എന്താ? ക്രിയേഷൻ, സൃഷ്ടിക്കുക. കർത്താവേ, രണ്ടാമത്തെ ഘട്ടം ഇതുവരെ അങ്ങ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊരു കൊച്ചിനെ താ കർത്താവേ, ഞങ്ങൾ കുഞ്ഞിനെ നന്നായി വളർത്തിക്കൊള്ളാം. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, കുഞ്ഞിനെ കിട്ടും. ഇപ്പോൾ അൾത്താര ശുശ്രൂഷകൻ ഇദ്ദേഹം തന്നെയാണ് ഓൾട്ടർ ബോയ്. അപ്പോൾ ഇവിടെ ഓൾട്ടർ ബോയിയെ നമ്മൾ ഒരു കാര്യം, ഒരു അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം എടുത്തോണ്ട് വരാൻ പറയണമെങ്കിൽ അവനത് തെറ്റുകൂടാതെ മനസ്സിലാക്കിയിട്ട് അവനത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയുള്ള ഒരാളെയല്ലേ ഒരു കാര്യം ഏൽപ്പിക്കുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരും, കർത്താവേ ഒരു കൊച്ചിനെ താ കർത്താവേ, ഞാൻ നന്നായി വളർത്തിക്കോളാം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, തെളിയിച്ചു കൊടുക്കണം. അപ്പോൾ കൂടെ പള്ളി വരികയും കുമ്പസാരിക്കുകയും കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബത്തിലല്ലേ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. നന്നായി വളർത്തണ്ടേ? കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ നിന്ന് ഊർന്ന് വരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഉദരത്തിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ മടിയിലാണ് കുഞ്ഞുങ്ങൾ. പിതാവേ അങ്ങയുടെ മടിയിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരു കുഞ്ഞിനെ എൻ്റെ ഉദരത്തിലേക്ക് ഉദരത്തിലേക്ക് ഇങ്ങനെ ഊർത്തി വിട്ടിട്ട് അത് വാങ്ങിച്ചിട്ട് കുഞ്ഞുങ്ങളെ നേരാവണ്ണം വളർത്തുമെന്ന് ഉറപ്പില്ലെങ്കിൽ കർത്താവ് കുഞ്ഞിനെ തരുമോ? അപ്പം പറയണം, കർത്താവെ വളർത്തിക്കോളാം കർത്താവെ. അപ്പം വിശ്വസ്തത നമ്മൾ തെളിയിക്കണം. അപ്പം അതൊരു കാര്യമാണ്. നമ്മൾ ഇന്നത്തെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വിശ്വസ്തത. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. പ്രിയ ദൈവ പൈതലേ, നിനക്ക് മാമോദീസ തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് കുംഭസാരം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് കുർബാന സ്വീകരണം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് വിശുദ്ധ വിവാഹം തന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ വിശ്വസ്തനായി പരിഗണിച്ചത് കൊണ്ടാണ് ഇത് തന്നത്.